ഉമേഷ്, സാനുമാഷയെക്കുറിച്ച് പ്രത്യേകിച്ച് എറണാകുളം നഗരത്തിന് സാനുമാഷ ഒരു വിയോഗം അത് താങ്ങാൻ പറ്റുന്നതിനപ്പുറത്തായിരിക്കും. എറണാകുളം നഗരത്തിലെ ഏത് പരിപാടിയിലും നിറസാന്നിധ്യമായി നിൽക്കുന്ന ഒരാളാണ് സാനുമാഷ്. അത് എന്ത് പരിപാടി ആയാലും സാനുമാഷയെ ഒഴിച്ചു നിർത്തിക്കൊണ്ടൊരു പരിപാടി എറണാകുളം നഗരത്തിൽ എറണാകുളത്ത് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ആ നഗരത്തിന് ഓർക്കാൻ പോലും കഴിയാത്തൊരു വസ്തുതയായിരുന്നു. അതെ വിനീഷ, അദ്ദേഹം ഈ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ എല്ലാ പൊതുപരിപാടികളിലും സാംസ്കാരിക പരിപാടികളിലും ഒക്കെ അദ്ദേഹം സ്ഥിരം സാന്നിധ്യമായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അന്തരിച്ച സമയത്ത് സാനുമാഷയുടെ ഒരു അനുസ്മരണം എടുക്കാനാണ് ഇവിടേക്ക് വന്നത്. അദ്ദേഹം മരിച്ച ഈ ജൂലൈ 21-ന് ഈ വീട്ടിലേക്ക് തന്നെയാണ് നമ്മളെത്തിയത്. അദ്ദേഹത്തിൻ്റെ സന്ധ്യ എന്ന് പറയുന്ന വീട്ടിൽ പതിവ് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചുരുങ്ങിയ വാക്കുകളിൽ എന്നാൽ ഏറ്റവും മനസ്സിൽ തട്ടുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം വി എസ് അച്യുതാനന്ദനെ അനുസ്മരിച്ചത്. ഈ വീടിൻ്റെ പൂമുഖത്ത് വന്ന് അദ്ദേഹം ചുരുങ്ങിയ വാക്കുകളിൽ വി എസ് അച്യുതാനന്ദനെ അനുസ്മരിച്ചു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അദ്ദേഹത്തിന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട്, കേൾവി തകരാറ് സംഭവിച്ചു തുടങ്ങി അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുമായിരുന്നു. പക്ഷേ അദ്ദേഹം ഇങ്ങനെ കുളിമുറിയിൽ വീണില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോഴും സജീവ സാന്നിധ്യമായി തന്നെ ഇവിടെ തന്നെ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ്. ആ വീഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ഒരു മരണത്തിലേക്ക് എത്തിച്ചത്. ആ വീഴ്ചയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹം വീഴുന്ന 25-ന് മുൻപ് വരെ അദ്ദേഹം ഇങ്ങനെ നടക്കുകയൊക്കെ ആണെങ്കിലും പതുക്കെ നടക്കുകയൊക്കെ ആണെങ്കിലും എല്ലായിടത്തും അദ്ദേഹം എത്തുമായിരുന്നു. അവിടെ ചെന്ന് അദ്ദേഹം സംസാരിക്കുമായിരുന്നു. ഏറ്റവും ഒടുവിൽ വി എസ് അച്യുതാനന്ദനെ അദ്ദേഹം അനുസ്മരിച്ചിരുന്നു. അതുപോലെ വളരെ സജീവമായി തന്നെ ഇപ്പോഴും ഇവിടെ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ മാസം 25-നാണ് അദ്ദേഹം വീട്ടിലെ കുളിമുറിയിൽ തെന്നി വീഴുന്നത്. അതിനുശേഷം പക്ഷേ അദ്ദേഹം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള ചില പ്രതീക്ഷകളൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് അടിയന്തര ശസ്ത്രക്രിയ നടത്തി, ഇടുപ്പെല്ലിന് ശസ്ത്രക്രിയയൊക്കെ നടത്തി. അതിനുശേഷം അദ്ദേഹം ICUവിലായിരുന്നെങ്കിലും അദ്ദേഹത്തിന് വീണ്ടും മുറിയിലേക്ക് മാറ്റും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതിന് കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. വീണ്ടും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായി, ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് വന്നു, ന്യൂമോണിയ ബാധിതനായി. അങ്ങനെയാണ് ഈ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടർന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം മരിക്കുന്നത്. ഏതായാലും അതൊരു നിർഭാഗ്യകരമായ സംഭവമാണ്. പക്ഷേ സൂചിപ്പിച്ചു പോകുന്ന അദ്ദേഹം ആ ഒരു വീഴ്ച ഉണ്ടായില്ലെങ്കിൽ ഇപ്പോഴും അദ്ദേഹം ഇങ്ങനെ സജീവ സാന്നിധ്യമായി സാംസ്കാരിക മുഖമായി തന്നെ ഇവിടെ ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം.